പ്രിയമുള്ളവരെ, വചനജ്വാല 1372 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 3 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ തിരുഹൃദയ വണക്കമാസം 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 126, 27, 28 3 അധ്യായങ്ങൾ വായിക്കുന്നു. 126-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആദ്യം. തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഗീതം. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. എല്ലാം ദൈവത്തിന്റെ ദാനം. 127-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള തിരുവാക്യങ്ങൾ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവമാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവനെ ലജ്ജിക്കേണ്ടി വരികയില്ല. 128-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. ദൈവഭക്തനെ അനുഗ്രഹം. കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ വഴികളിൽ നടക്കുന്നവൻ ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ആയിരിക്കും. കർത്താവിന്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറൂസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ആഫ്രിക്കൻ യുവജനങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ചാൾസിനെ അറിയപ്പെടുക. 22 യുഗാണ്ടൻ രക്തസാക്ഷികളിൽ പ്രസിദ്ധനാണ് ചാൾസ് ലവാങ്ക. ഉഗാണ്ടൻ രാജാവിന്റെ വർഗവിരുദ്ധമായ പാപാധിനിവേശത്തിൽ നിന്നും 13-നും 30-നും മധ്യേയുള്ള യുവാക്കളെ സംരക്ഷിക്കുകയും
കത്തോലിക്ക വിശ്വാസം ജയിലിൽ വെച്ച് അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്തതിനാണ് രാജാവായ മൊവാങ്കയുടെ ആജ്ഞപ്രകാരം ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും ദഹിപ്പിച്ച് കൊന്നുകളഞ്ഞത്. ധീര രക്തസാക്ഷികളായ വിശുദ്ധ ചാൾസ് ലവാങ്കയോടൊപ്പം ഉഗാണ്ടയിലെ 25 രക്തസാക്ഷികളെ കൂടി ഇന്ന് ആഗോള സഭയിൽ അനുസ്മരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.